dear friends, welcome to our YouTube channel Hakuna Matata. Actually very good morning. ഇപ്പോൾ സന്ധ്യ ഒരു 6 മണിയായിട്ടുണ്ട്. രാവിലെ ഒരു 5:30 എഴുന്നേറ്റാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം അത്യാവശ്യം ഇരുട്ടി നേരമ്പളത്തേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പം ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് അവിടെ എത്തിയിട്ടറിയാം. ഓക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നേരെ ഫ്രണ്ടിലായിട്ട് കായലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ചിങ്ങോട് നേരത്തെ വന്നൊരു അടിപൊളിയായിരുന്നല്ലേ? ചിങ്ങോട് നേരത്തെ വന്നിരുന്നെങ്കിൽ സെറ്റായിരുന്നല്ലേ? കായലിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്നതാണ്. കൊറോണ ആയത് കാരണം ഇതായിട്ട് കിടക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല, അതോ ഇനി ഓട്ടം കഴിഞ്ഞ് കിടക്കുന്നതാണോ എന്നറിയില്ല. ഒരുപാട് ഹൗസ് ബോട്ടുകൾ കിടപ്പുണ്ട്. പിന്നെ എനിക്ക് അക്കരെ പോകണമെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് വള്ളങ്ങളൊക്കെ കാണാം. അവർ ഞങ്ങൾ കുറേ പേര് ചോദിച്ചാൽ അക്കരെ പോകാനാണോ എന്നൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, ആലപ്പുഴയുടെ സ്വന്തം രാജയുടെ ചായക്കട. രാജാക്കയുടെ ചായക്കട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടൊക്കെയാണ്, ഒരുപാട് വ്ളോഗ്സൊക്കെ ഉള്ളതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബോട്ടിയായിട്ടുണ്ട്. ആ ബോട്ടിയായിട്ടിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് വീഡിയോ എടുത്ത്. നിങ്ങൾ കാണുന്നതിൽ 65 വർഷം പഴക്കമുള്ളതാണ്. 65 വർഷമായിട്ട് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്ന ഒരു ചായക്കടയാണിത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിരിക്കണം. ഞങ്ങൾ നേരെ ഒന്ന് അകത്തോട്ടും കയറുന്നുണ്ട്. അപ്പോൾ അത് ഇടിയപ്പം കണ്ടു, പൊറോട്ടയുടെ ആയിരുന്ന അറിയില്ല. അകത്ത് കയറിയപ്പോഴാണ് അറിഞ്ഞത് പൊറോട്ടയും ബീഫും ഒരു 10 മിനിറ്റ് കൂടി എടുക്കുമെന്ന് പറഞ്ഞു ഏകദേശം. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ 2 ചായ കുടിച്ചിരിക്കാം. എൻ്റെ അകത്തൊക്കെ കയറി നോക്കാൻ വിചാരിച്ച് ഞങ്ങൾ 2 ചായ ഓർഡർ ചെയ്തു. ആഹാ, നമ്മുടെ ചൂട് ബീഫ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കിടപ്പ് കണ്ട അവന് പ്ലേറ്റ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും ഞങ്ങളിങ്ങനെ. ക്രിസ്മസ് ആയതുകൊണ്ടോ തിരക്കോ? സമയമാകുമ്പോൾ 7 മണിയാണ് ഞങ്ങളുടെ ടൈം ആണല്ലേ? ആ, നമ്മൾ ഇറച്ചിയും പൊറോട്ടയെല്ലാം ചൂട് കാണാം. അതാണ് നമ്മുടെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിരിക്കുക. അപ്പോഴത്തെ സാധനം റെഡിയായി ഇപ്പോൾ വരും. ഈ കാണുന്നതാണ് നമ്മുടെ രാജാക്കയുടെ ചായക്കടയുടെ ഉൾവശം. 65 വർഷമായതിനെ പറ്റി നമ്മൾ ഹൈ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കരുത്. സംഭവം ചെറിയ ഹോട്ടലാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടീഡാണ്. നല്ല ക്വാളിറ്റി ഫുഡാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. പക്ഷെ ചെറിയൊരു സെറ്റപ്പാണ്, ചെറിയൊരു ഇരിപ്പിടം, ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അടുത്തത് 2 മോനെ, നമ്മുടെ പൊറോട്ടയും ബീഫും എത്തിയിരിക്കുകയാണ്. നല്ല ചൂട് പൊറോട്ടയും നല്ല ചൂട് ബീഫും. ആവി പറക്കണ കണ്ട. നമ്മുടെ 2ാമത്തെ പ്ലേറ്റ് ചൂട് പൊറോട്ടയും ബീഫും എത്തിയിരിക്കുകയാണ്. കിടപ്പ് കണ്ടാൽ തന്നെ എന്താ ഒരു ലുക്ക് അല്ലേ? ആവി പറക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ നല്ല അടിപൊളി ചൂടായിരുന്നു. നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ പറഞ്ഞ് കേട്ടുള്ള അറിവാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആ പൊറോട്ടയ്ക്ക് തന്നെ കിള്ളിയെടുത്ത് ആ ഒരു ബീഫ് കഷ്ണം ഇങ്ങനെ എടുത്ത് ഒന്നും പറയുന്നില്ല, സൂപ്പറായിരുന്നു പൊറോട്ട. ഞങ്ങൾക്ക് ബീഫിനെക്കാളും ഭയങ്കര ഇഷ്ടപ്പെട്ട പൊറോട്ടയാണ്. പൊറോട്ട നല്ല സൂപ്പർ പൊറോട്ടയായിരുന്നു. ബീഫ് അടിപൊളിയായിരുന്നു, പക്ഷേ ബീഫിനേക്കാളും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പൊറോട്ടയാണ്. പൊറോട്ട നല്ല അടിപൊളി സാധനമായിരുന്നു. നമുക്ക് ഈ പൊറോട്ടയുടെയും ബീഫിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന് കണ്ടിട്ട് നമുക്കൊന്ന് ഓരോന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ എത്ര വർഷം ചേട്ടാ? ഞങ്ങൾ പുതിയ 65 വർഷം കഴിഞ്ഞു. 65 വർഷം. എത്ര മണിക്ക് തുറക്കുന്നത്? 7 മണിക്ക് തുറക്കുന്നത് 3 മണിയാവും. എല്ലാം റെഡിയായില്ല വരുമ്പോൾ 7 മണിയാവും. 7 മണിയാവും. ഉച്ചയ്ക്ക് എങ്ങനെ പറ്റും? ഇല്ല, പൊറോട്ട ബീഫ് അങ്ങനെ അല്ല, വേറെ ഒന്നുമില്ല. പിന്നെ ഏത്തയ്ക്കാപ്പം കാണും, ബോണ്ടായും കാണും. വൈകുന്നേരം എത്ര മണി വരെ ഉണ്ട്? വൈകുന്നേരം 6 മണി വരെ ആണ്. അല്ല, ഇപ്പോൾ ഈ കൊറോണ ആയത് കാരണമാണോ അത് നേരത്തെ 6 മണി വരെ ആയിരുന്നു? ഇല്ല, നേരത്തെ ഞങ്ങൾ 8 മണി വരെ തുറന്നിരിക്കുമായിരുന്നു. 9 മണി വരെ എല്ലാം കാണും.
അപ്പോൾ അത് സാധനം തീരുമ്പോൾ 6 മണിയാകുമ്പോഴൊക്കെ ഒതുങ്ങും. പിന്നെ ആരെങ്കിലും വെച്ച് പറയുകയാണെങ്കിൽ മാത്രമേ സാധനം മാറ്റി വെക്കും. മാറ്റി വെച്ച്. എന്നാലും 6 മണീൻ്റെ 7 മണീൻ്റെ അപ്പുറം പോകത്തില്ല. ഞങ്ങൾ പിന്നെ കുറേ നാട്ട് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാവുന്നു. ഞങ്ങൾ ആലപ്പുഴക്കാർ തന്നെ. അത് ശരി. കോമ എടുത്തുണ്ട്. അപ്പോൾ ശരി കേട്ടോ, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെ ഏട്ടാ? പേരെങ്ങനെ? കുഞ്ഞു. ചേട്ടനോട് എത്ര നാളെ? ഞാനിവിടെ 24 വട്ടം കഴിഞ്ഞു. ഓക്കെ ചേട്ടാ, വരാം. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങളെ പോയിട്ട് വീണ്ടും വരാം ചേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ രാജായ്ക്ക്. സ്ഥലം ഞങ്ങൾ ആലപ്പുഴ തന്നെ, കോമളപുരത്തുനിന്ന് വരും. ഞങ്ങൾ പോയിട്ട് ഇനി ഫാമിലിയൊക്കെ ആയിട്ട് വരാം. ഞങ്ങളാദ്യം വന്ന് നോക്കിയത്, അറിയത്തില്ല സ്ഥലം, ഞങ്ങൾ ഇച്ചിരി കറങ്ങിയൊക്കെയാണ് വന്നത്. പിന്നെ പോയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരാം. ശരി, പോയിക്കോട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴയുടെ സ്വന്തം രാജാക്കൽ കടയിലെ വിശേഷങ്ങൾ. അപ്പം മറ്റൊരു ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.